ചുമ്മാ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓരോന്നൊക്കെ വന്ന് കയറി മനുഷ്യനെ ശല്യപ്പെടുത്തിക്കോളും. ജോയ് അച്ചോ എന്താ എന്ത് പറ്റി? ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഉള്ള മനസ്സാണോ പോയടേ? അപ്പോ ബാഗ് എടുത്തോണ്ട് അങ്ങോട്ട് പോകാൻ പോണോ? എന്താ ബാഗ് കഴിഞ്ഞ് കൊടുത്താൽ ഉടനെ പോവാൻ പോണെന്നാ? എന്തായാലും രാത്രി പോകണമല്ലോ. ബാഗ് അവിടെ കൊണ്ട് വയ്ക്കാൻ പോണോ വെളിയിൽ? സൗകര്യം ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പോകണമെന്ന് തോന്നിയാ ബാഗ് കൊടുത്തോണെങ്കിൽ പോവാല്ലോ. നിങ്ങൾക്ക് തോന്നാൻ നിൽക്കണ്ട, നിങ്ങളാണെങ്കിൽ ഇപ്പോഴേ പോയി. അല്ല ഇനി ഞാൻ നിൽക്കില്ല. പോണെന്ന് കുറേ പ്രാവശ്യം കൊണ്ട് പറയുന്നു. ഞാൻ നിൽക്കില്ല, ഞാൻ പോവേന്നു. ആ അപ്പൂ എവിടെ പോണം? അപ്പോ നിന്ന് എവിടെ? അപ്പൂ നിക്കപ്പൂപ്പാ. നിക്ക് വിട്, നീ വിട്. വിട്, ഞാൻ പോണം മക്കളെ, ഞാൻ പോണം. ഇനി ഇവിടെ നിന്ന് ശരിയാവൂല. ഇവൻ പറഞ്ഞ കേട്ടല്ലേ നീ? കേട്ട്. അതേനെ പറഞ്ഞു. ഞാൻ പോണ് വിട്, ഞാൻ പോണം. എന്ത് പറ്റി? അല്ല മക്കളെ, ഞാൻ പോണം. മക്കളൊരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര്യനാട് വരെ വരണം, എന്നെ ഒന്ന് കണ്ടിട്ട് പോകണം. പക്ഷെ ഭരണതൊക്കെ കൊള്ളാം, ഈ സാധനത്തിനെ കൊണ്ടുവരാല്ലേ ഇവനെ. പിന്നെ ഭയങ്കര കൊതിയല്ലേ നിങ്ങളെ വീട്ടുകാരെ? പിന്നെ നിങ്ങളെ വീട്ടുകാരെ ഭയങ്കര കൊതിയായിട്ടിരിക്കണേ. ഉണ്ടോ? ഞാൻ പോണു മക്കളെ, ഞാൻ വെച്ചില്ല, ഞാൻ പോണം. വിടി വിടാ, ഞാൻ പോട്ടെ. ഇരിക്കണ്ട അവിടെ ഇരിക്കണ്ട. അവിടെ ഇരിക്കാൻ കൊറേ നേരെ അണ്ണന്റെയും തമ്പിയുടെയും കുട്ടിക്കളി കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആര്? 4-5 പൈസയുടെ പിള്ളേരാ? അണ്ണന് പോണെങ്കിൽ അണ്ണന് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. പിന്നെ മേലെ നീനു ബാലു കുട്ടികളെന്ന് പറഞ്ഞ ഈ വീട്ടിലോട്ട് കയറി വരാൻ നിൽക്കരുത്. അഥവാ അണ്ണൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ഒറ്റ മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് അണ്ണൻ അവിടെ ഒന്ന് കണ്ടതാണ് വിചാരിക്കാൻ നിൽക്കണ്ട. ഇത് പറയണതേ നീലുവാ. എന്തോന്നാണ് അണ്ണന് കുറെ വയസ്സായല്ലോ, ഇത്ര കാലമായിട്ട് അണ്ണന്റെ കുട്ടികളെ മാറിയില്ലേ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കൊച്ചിനും തൊട്ടെന്തരി അത്രത്തോളം പാവം ചെയ്തവനാ. ഇനി കൊച്ചിനെ തൊട്ടൂടെ? പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയാമോ, ഞാൻ ഈ പിള്ളേരെ കാണാൻ ഇവിടെ പറഞ്ഞത്. ഈ പിള്ളേരെ കാണാനല്ല, ഇവനെ കാണാനാണ് ഞാൻ ഇവിടെ വരുന്നത്. കള്ളുടിക്കാനല്ലേ? കള്ളുടിക്കാതെ നിന്റെ തോന്നലാണ്. കള്ളുടിക്കാനൊന്നുമല്ല, ഈ ചെറുകിനെ കാണാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഞാൻ ഇവിടെ വരുന്നത്. അയ്യയ്യേ, എന്താണ് നിങ്ങളത് കരയണത്? അമ്മ അപ്പുറത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞു വെച്ചോണ്ട് അണ്ണാ എന്തിനാ വിഷമിക്കണേ? അണ്ണനെ ഞങ്ങൾ എന്തോരം സ്നേഹിക്കണ്ട്. അണ്ണൻ അറിയാലോ? അണ്ണാ കേക്ക്, എന്റെ അച്ഛനും അമ്മയും വഴക്കുറയും. ഞാൻ എന്തിനാന്നറിയാമോ? അവരെന്തെങ്കിലും തെറ്റടിച്ചാൽ ഞാൻ അവരെയും വഴക്കുറയും. അതേ സ്ഥാനത്ത് ഞാൻ അണ്ണനെ കാണണേ, അതുകൊണ്ടാണ് അണ്ണനെ വഴക്കുറഞ്ഞേ. നിങ്ങൾക്ക് കാര്യം അറിയാമോ? അച്ഛൻ അസുഖമാണ്, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ നേരത്തെ വന്നത്. കുറച്ച് സമയം കിട്ടിയ ഞാൻ ഓടി, ഞാൻ പറഞ്ഞെത്തിയാണ് ആര്യനാട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ സൈക്കിൾ വാടക എടുത്തോണ്ട് ആര്യനാട് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടി. ഇത് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ്റെ അടി എന്തുമാത്രം കൊണ്ടെന്ന് അറിയാമോ? നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ് നേരത്തെ വന്നപ്പോൾ ഞാൻ അച്ഛൻ അടിച്ച പാട് ഞാൻ കാണിച്ചു തന്നല്ലേ. എന്ത് നിങ്ങളിങ്ങനെ പറഞ്ഞതിന്? അണ്ണാ വിഷമിക്കണ്ട, സ്നേഹം കൊണ്ടല്ലേ വഴക്ക് പറയണേ. അണ്ണാ എൻ്റെ അണ്ണനെ കാണാൻ തോന്നിയാ ബാൽ ഇപ്പോഴും വാടകയ്ക്ക് സൈക്കിൾ എടുത്തോണ്ട് ഇവിടെ ഞാൻ ചവിട്ടി ആര്യനാട് വരും. എനിക്ക് ഒരേ ഒരു ബന്ധു നീടാ ഉള്ളൂ. എനിക്ക് തന്നെ എന്നിട്ടാണ് കള്ളക്കളോ